രാജ്യത്ത് ഇന്ധന വില വർദ്ധിപ്പിച്ചു. പെട്രോൾ ഡീസൽ വിലയിൽ 3 രൂപ 4 പൈസയും CNG 2 രൂപയുമാണ് കൂട്ടിയത്. ഉയർന്ന ക്രൂഡ് ഓയിൽ വില ചൂണ്ടിക്കാട്ടിയാണിപ്പോൾ നിരക്ക് വർധന. പൊതുജനങ്ങളുടെ മേൽ മോദിയുടെ ചാട്ടവാറടി എന്ന് കോൺഗ്രസ് വിമർശിച്ചു. അന്താരാഷ്ട്ര വിപണിയിലെ ക്രൂഡ് ഓയിൽ വില വർധനയും ഗതാഗത ചെലവിലെ ഉയർച്ചയും ചൂണ്ടിക്കാട്ടിയാണ് എണ്ണ കമ്പനികൾ നിരക്കുകൾ വർദ്ധിപ്പിച്ചത്. തിരുവനന്തപുരത്ത് പെട്രോൾ വില 110.76 രൂപയും ഡീസൽ വില 99.64 രൂപയും എത്തി. ദില്ലിയിൽ CNG വില കിലോഗ്രാമിന് 79.09 രൂപയായി. വില വർധനയിൽ ജനത്തിനുള്ള ആഘാതം കുറയ്ക്കാൻ എന്ത് ചെയ്യാൻ കഴിയും എന്ന് ചർച്ചകൾ നടക്കുന്നതായി നിയുക്ത മുഖ്യമന്ത്രി VD സതീശൻ പ്രതികരിച്ചു. ഉദ്യോഗസ്ഥന്മാരുമായിട്ട് അതിനെക്കുറിച്ച് വിശദമായി ചർച്ച ചെയ്ത് അതിൻ്റെ ഇമ്പാക്റ്റ് എന്താണെന്ന് പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ്. സാധാരണ ജനങ്ങളിൽ അതിൻ്റെ ഇമ്പാക്റ്റ് കുറയ്ക്കാൻ, അതിൻ്റെ ആഘാതം കുറയ്ക്കാൻ എന്ത് ചെയ്യാൻ കഴിയുമെന്ന് ഞങ്ങൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ്. തുടർച്ചയായ വിലക്കയറ്റം സാധാരണ ജനങ്ങളുടെ കുടുംബ ബജറ്റിനെ വീണ്ടും പ്രതിസന്ധിയിലാക്കുമെന്നാണ് ആശങ്ക. ഇന്ന് ഞങ്ങൾ രാവിലെ വന്നപ്പോഴാണ് വില മാറിയത് അറിഞ്ഞത്. വില മാറി കാര്യം അവർ ആ ലിറ്റർ കണക്കാക്കി വരുന്നു. ലിറ്റർ മാറിക്കഴിഞ്ഞാൽ എന്തുകൊണ്ട് അത് എന്ന് പറഞ്ഞാൽ അതിനേക്കാളും നമ്മൾ നേരത്തെ കൂട്ടി അങ്ങ് പറയും. ചരക്ക് ഗതാഗത ചെലവ് കൂടുന്നതും വിപണിയിൽ പ്രതിഫലിക്കുമെന്നാണ് വ്യാപാരികൾ പറയുന്നത്. അന്താരാഷ്ട്ര വിപണിയിലെ സാഹചര്യം അനുസരിച്ചാണ് വില നിർണ്ണയമെന്നാണ് എണ്ണ കമ്പനികളുടെ വിശദീകരണം. പ്രതിമാസം 30,000 കോടി രൂപയുടെ നഷ്ടം ഉണ്ടെന്നാണ് കമ്പനികളുടെ വാദം. വില വർധനവിന് എതിരെ പ്രതിപക്ഷ പാർട്ടികൾ രംഗത്ത് വന്നു. തെരഞ്ഞെടുപ്പ് കഴിഞ്ഞു മോദിയുടെ കൊള്ളയടി ആരംഭിക്കുന്നു എന്ന് കോൺഗ്രസ് വിമർശിച്ചു. റിപ്പോർട്ടർ, ദില്ലി.